കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെട്ട് ആത്മാവിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ വാഗ്ദത്തം നിങ്ങളുടെ മേലേക്ക് ഇതാ അയക്കുകയാണ്. കാരണം യേശു പറഞ്ഞ ആ വാഗ്ദത്തപ്രകാരമായ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെ മേലും കടന്നു വരണമെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. കാരണം ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനോടുള്ള വലിയൊരു തുറവിയും വലിയൊരു സ്വാതന്ത്ര്യവും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുവെങ്കിലും കർത്താവിൻ്റെ കൂടെ നമുക്ക് ശുശ്രൂഷയിൽ മുന്നേറാൻ കഴിയത്തുള്ളൂ. 2 തിമോത്തിയുടെ ലേഖനത്തിൽ പൗലോസ് വിശ്വാസത്തിന്റെ നിജപുത്രനായ തിമോത്തിയോസിനോട് ധന്യനായ പൗലോസ് പറയാൻ ഇടവന്ന ഏറ്റവും മഹത്തരമായ ഒരു സംഭവമാണ്. പൗലോസ് പറയുകയാണ്, കൃപാവരത്തിൽ മങ്ങിയിരുന്ന തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, നീ കൃപാവരത്തിൽ ജ്വലിക്കണമെന്ന്. കൃപാവരം ജ്വലിക്കപ്പെടുന്ന ഒരു ആത്മീയ അഭിഷേകം നിന്നിലേക്ക് കടന്നു വരുന്നുവെങ്കിലോ ശുശ്രൂഷയ്ക്ക് നിനക്ക് മുന്നേറാൻ കഴിയത്തുള്ളൂ. കാരണം കൃപാവരം ജ്വലിക്കുന്നില്ലെങ്കിൽ അത് തീ പോലെ കത്തണം. അപ്പസ്തോലന്മാരുടെ ആ ആദിമസഭയുടെ കൂട്ടായ്മയുടെ അനുഭവം എന്ന് പറയുന്നത്, അപ്പസ്തോലന്മാർ ഒരു മനസ്സോടെ ഒന്നിച്ചു കൂടിയിരുന്നു. യേശുവിന്റെ കൂടെ 3.5 വർഷക്കാലം ഉണ്ടുമുറങ്ങിയും സ്നേഹം അറിഞ്ഞും അനുഭവിച്ചും കടന്നുപോയ ഒരു കാലഘട്ടം കഴിഞ്ഞ് യേശു മരിച്ച് ഉയർത്ത് 40 ദിനരാത്രങ്ങൾ അവരെ പഠിപ്പിച്ചു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് പറഞ്ഞ് അവരോട് സഹിയോൻ മാളികയിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ ഈ വാഗ്ദത്തപ്രകാരമായ പരിശുദ്ധാത്മാവ് അവരുടെ മേലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത് പരിശുദ്ധാത്മാവ്. കാരണം കൃപാവരത്തിലേക്ക് അവർ അവിടുന്ന് കടന്നു വരാൻ ഇടവന്നു. അവർ ഇത്രയും കാലം അവരുടെ ജീവിതത്തിൽ കണ്ടതിനേക്കാളും കേട്ടതിനേക്കാളും അറിഞ്ഞതിനേക്കാളും അനുഭവിച്ചതിനേക്കാൾ വലുത് അവരുടെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്തുവാൻ തുടങ്ങി. കാരണം ഈ കൃപാവര ശുശ്രൂഷയിലേക്ക് കടന്നു പോകാൻ വേണ്ടി അപ്പസ്തോലന്മാര് കടന്നു പോകുമ്പോൾ അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും, പത്രോസ് യോഹന്നാനോട് ചേർന്ന് സുന്ദരം എന്ന ദേവാലയ കവാടത്തിൽ ഭിക്ഷയാചിക്കുന്നവന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഈ പത്രോസിന്റെ യോഹന്നാന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഭിക്ഷക്കാരൻ ഭിക്ഷ കിട്ടുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പത്രോസ് അവനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞത്, സ്വർണോ വെള്ളിയോ എൻ്റെ പക്കലില്ല, എൻ്റെ പക്കലുള്ളത് നിനക്ക് തരുന്നു. എൻ്റെ പക്കലുള്ളത് നസ്രാനായ യേശുവായിരുന്നു. യേശുവിനെ നിനക്ക് ഞാൻ തരാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ യേശു അവന്റെ അകത്തേക്ക് ആത്മാവിലൂടെ അവന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായിരുന്ന മനുഷ്യൻ ഇതുവരെയും നടക്കാത്തവന്റെ നരിയാണി ഉറച്ചു. അതുവരെയും ദേവാലയത്തിന്റെ പുറത്തിരുന്നവൻ, ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവൻ, ആ വചനം കേട്ടപാടെ അവന്റെ കാലുകൾക്ക് സൗഖ്യം വന്നപാടെ അവൻ ദേവാലയത്തിന്റെ അകത്ത് കയറി. ദേവാലയത്തിന്റെ അകത്ത് കയറിയത് മാത്രമല്ല, അവൻ ദൈവത്തെ തുള്ളിച്ചാടി ആരാധിക്കുവാൻ ഇടവന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ദേവാലയത്തിന്റെ പുറത്ത് അനേകർ ഇതുപോലെ ഭിക്ഷയാചിക്കുന്നവരും ഇതുപോലെ എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുറമേ നടക്കുന്ന അനേകം മനുഷ്യന്റെ അടുക്കലേക്ക് ദൈവവചനവുമായി, ദൈവത്തിന്റെ കൃപയുമായി, ദൈവത്തിന്റെ സാന്നിധ്യത്തോടുകൂടെ കടന്നു ചെല്ലുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നിനക്കൊന്ന് പറയാൻ കഴിയുമോ? യേശുവിന്റെ നാമത്തിൽ നമ്മളൊന്ന് പറഞ്ഞാൽ മതി, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ആ ഭിക്ഷക്കാരന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ നമ്മൾ പറയുന്ന എത്രയോ മനുഷ്യന്റെ ഉള്ളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഈ വചനം കേൾക്കുന്ന നിന്റെ അകത്തും ഇതുപോലെ ദൈവം തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താതിരിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഇത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. കാരണം യേശു കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്, നിന്റെ കൃപാവരത്തെ ജ്വലിപ്പിക്കണം. കാരണം എഫെസോസിലെ സഭയുടെ ഒരു വലിയ ശുശ്രൂഷകനായിരുന്ന തിമോത്തിയോസിനോട് പറയുകയാണ്, നിന്റെ കൃപാവരം ഒന്ന് ജ്വലിപ്പിക്കണം. മങ്ങിയിരിക്കുന്ന എല്ലാ കൃപാവരങ്ങളും
നീ ഒന്ന് തട്ടിയുണർത്തൊന്ന് ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ശുശ്രൂഷ അതിമഹത്വമായ ഒരു ശുശ്രൂഷയുടെ ആ അവസ്ഥയിലേക്ക് കർത്താവ് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. രണ്ടാമത് പൗലോസ് പറയുകയാണ് തിമോഥെയോസിനോട്, മാതൃകയുള്ള ഒരു നല്ലൊരു ശുശ്രൂഷകനായി നീ ശുശ്രൂഷ ചെയ്യണം. എന്നോട് കേട്ട വചനം മാതൃകയാക്കി കൊള്ളണം. കാരണം ഞാൻ യേശുക്രിസ്തുവിന് വേണ്ടി എന്തെല്ലാം സഹിച്ചുവെന്നും യേശുക്രിസ്തുവിന് വേണ്ടി എന്തെല്ലാം പൊറുത്തുവെന്നും യേശുക്രിസ്തുവിനെ പ്രതി എന്റെ ശരീരത്തിന് 40-ലേറെ പ്രാവശ്യം അടികളേറ്റതും നിന്ദനമേറ്റതും പരിഹാസമേറ്റതും കുറ്റപ്പെടുത്തലേറ്റതും യേശുക്രിസ്തുവിന് വേണ്ടി എന്തെല്ലാം സഹിക്കാൻ ഞാൻ കഴിഞ്ഞതും നീ ഓർക്കണം. കാരണം എന്നിൽ നിന്ന് കേട്ട പത്യവചനം നിന്റെ ജീവിതത്തിൽ നീ മാതൃകയാക്കണം. യേശു കർത്താവ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള തിരുവചന ഭാഗത്ത് യേശു കർത്താവ് പറയാണ്, ഞാൻ ശരീരത്തിൽ കഷ്ടം സഹിച്ചിരിക്കുക, നിങ്ങൾക്കൊരു മാതൃക വെച്ചാ പോയിരിക്കുന്നത്. കാരണം ഞാൻ ശരീരത്തിൽ ഏറ്റ കഷ്ടം, ഞാൻ ഏറ്റ പീഡന നിങ്ങൾക്കൊരു മാതൃകയാണ്. അതുപോലെ പൗലോസും തന്റെ ജീവിതത്തിൽ ഇതുപോലെ മാതൃകയുള്ള ഒരു ശുശ്രൂഷകനായിട്ടാ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചത്. ഞാൻ പറയാം, നോർത്ത് ഇന്ത്യയുടെ പലയിടങ്ങളിലും നല്ല മാതൃകയുള്ള ശുശ്രൂഷകർ ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് കേരളത്തിലും അനേകം മനുഷ്യർ ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുവാൻ ഇടയാകുന്നു. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവനെ മാറ്റിവെക്കാൻ കഴിയുന്നുണ്ടോ? യേശു പറയാണ്, എന്നേക്കാൾ ഉപരി നിങ്ങളെ തന്നെ സ്നേഹിക്കരുത്. യേശു പറയുന്ന വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ജീവനായി വെളിപ്പെടണം. തിമോഥെയോസ് ഈ വചനം കേട്ട് ക്രിസ്തുവിന് വേണ്ടി മടിയില്ലാതെ ഓടുവാൻ അവൻ തയ്യാറായി. കാരണം മാതൃകയുള്ള ഒരു നല്ല ശിഷ്യനായി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ തിമോഥെയോസിന് കർത്താവ് വലിയ കൃപ കൊടുത്തു. എന്നിട്ട് തിമോഥെയോസിനോട് പറഞ്ഞു, നിന്നെ തന്നെ നീ സൂക്ഷിക്കണം. നല്ല ഉപനിധി പരിശുദ്ധാത്മാവിൽ നീ സൂക്ഷിച്ചുകൊള്ളും, നിന്നെ തന്നെ സൂക്ഷിച്ചുകൊള്ളും. കാരണം ഒന്ന്, നീ നിന്നെ സൂക്ഷിക്കണം. 2, കർത്താവിന്റെ ആത്മാവ് നിന്നെ സൂക്ഷിച്ചുകൊള്ളും. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ചെയ്യരുതെന്ന് അല്ലെങ്കിൽ തുടരുതെന്ന് പോകരുതെന്ന് കർത്താവ് അനുവദിക്കാത്ത ചില സംഭവങ്ങൾ എൻ്റെ അകത്തുള്ളത് ഞാൻ അത് മേലാ ചെയ്യാതിരിക്കുക. എന്നാൽ കർത്താവിനോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ അതുപോലെ ചെയ്യുകയും ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ച് കരുതിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്നാണ് അവിടുത്തെ പൗലോസ് പറയുന്നത്. മൂന്നാമതായി പൗലോസ് പറയാണ്, ശക്തിപ്പെടുക. ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ നീ ശക്തി സ്വീകരിക്കുക. കാരണം കൃപയാലുള്ള ശക്തി നിന്റെ മേൽ കടന്നു വന്നു കഴിഞ്ഞാൽ നീ ഒരിക്കലും ഭയപ്പെടേണ്ടി വരികയില്ല. കാരണം സാത്താന്റെ കോട്ടകളെ തകർക്കുവാൻ, അന്ധകാര മണ്ഡലങ്ങളെ വിടുവിച്ചു കളയുവാൻ, ദുഷ്ടലോകത്തിന്റെ ഈ അന്ധകാര ലോകത്തിന്റെ ദുരാത്മാവിനെതിരെ പടവെട്ടുവാനുള്ള ദൈവശക്തി നമ്മുടെ അകത്ത് കടന്നു വരണം. കാരണം എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനത്തിൽ പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുയേശുവിൽ ശക്തിപ്പെടണം. എന്തിനാ? ദുഷ്ടന്റെ സകല തന്ത്രങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവുണ്ടായിരിക്കണം. കാരണം ദുഷ്ടൻ ഏതു വിധേനയാണോ ഒരു വിശ്വാസിയുടെ അകത്ത്, ഒരു പ്രാർത്ഥിക്കുന്നവന്റെ അകത്ത്, യേശുവിനെ ആരാധിക്കുന്നവന്റെ അകത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്, അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് നീ അറിഞ്ഞിരിക്കണം. അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ കടന്നു വരുന്ന വാതിലുകൾ അടയ്ക്കുവാൻ ഇടവരും. ഒന്ന്, നിന്റെ ചിന്തയിലൂടെയാകാം കടന്നു വരുന്നത്, നിന്റെ ചില പ്രവർത്തനങ്ങളിലൂടെയാകാം കടന്നു വരുന്നത്, നിന്റെ ചില പ്രവൃത്തിയിലൂടെയാകാം കടന്നു വരുന്നത്. ജീവിതത്തിന്റെ ചില മേഖലകളിലൂടെയാണ് ദുഷ്ടന്റെ പ്രവൃത്തികൾ കടന്നു വരുന്നത്. തിമോഥെയോസിനോട് പൗലോസ് പറയാണ്, ഇങ്ങനെ ചില തന്ത്രങ്ങളുണ്ട്, ഇങ്ങനെ ചില പ്രവൃത്തികളുണ്ട്, ഇങ്ങനെ ചില അവസ്ഥകളുണ്ട്. ഈ അവസ്ഥകളെല്ലാം കണ്ട് അറിഞ്ഞ് നീ അതിൽ നിന്ന് വിട്ട് ക്രിസ്തുവിന്റെ കൃപയിലേക്ക് കടന്നു വരണം. കാരണം ആരോടാണ് പോരാട്ടമുള്ളത്? ജഡരക്തങ്ങളോടല്ല, പ്രഭുത്വങ്ങളുടെയും ആധിപത്യങ്ങളുടെയും അന്ധകാര ലോകത്തിന്റെ ദുരാത്മാവിനെതിരെയാണ് പടവെട്ടേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി നമ്മൾ ആയുധവർഗം ധരിച്ചുകൊണ്ട് വേണം ക്രിസ്തുവിന്റെ മുന്നിൽ മുന്നേറുവാൻ, ദുഷ്ടനെതിരെ മുന്നേറുവാൻ. പടക്കളത്തിൽ ഒരു പടയാളി എങ്ങനെയാണോ കടന്നു പോകുന്നത്, അതുപോലെ ആയുധം ധരിച്ചുകൊണ്ട് വേണം കടന്നു പോകാൻ. നമുക്കറിയാം, പഴയ നിയമത്തിൽ ദാവീദിനെ നോക്കിയാൽ ദാവീദ് വെറും കോമളത്വമുള്ള വെറും ഒരു പയ്യൻ. എന്നാൽ രാജാവായ ശൗൽ ഉണ്ടായിട്ടും
ഗോലിയാത്ത് എന്ന മനുഷ്യനെ തകർത്ത് കളയാൻ വേണ്ടി രാജാവും രാജാവിന്റെ ആയുധങ്ങളോ ഒരിക്കലും അവരെ തകർത്ത് കളയാൻ ഗോലിയാത്തിനെ എതിരെ യുദ്ധം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ദാവീദ് ആത്മാവിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ പ്രേരണ പ്രകാരം 5 കല്ലെടുത്ത് ആ ഒരു കല്ലുകൊണ്ട് ഗോലിയാത്തിനെ തകർത്ത് കളഞ്ഞുവെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ഉപദേശം, ദൈവത്തിന്റെ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു വന്നാൽ ഗോലിയാത്തിനെ പോലെയുള്ള മല്ലനെ തകർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപയുടെ അഭിഷേകം ഒരു വിശ്വാസിയുടെ അകത്ത് കടന്നു വന്നാൽ ദുഷ്ടന്റേതായ സകല തന്ത്രങ്ങളെയും എന്നേക്കുമായി തറവറ്റിച്ചു കളയാൻ തക്കവണ്ണമുള്ള അഭിഷേകം അവന്റെ ഉള്ളിൽ വെളിപ്പെട്ടു വരും. ഈ അഭിഷേകത്തിന്റെ ഒരു വ്യക്താവായി ഇന്ന് മാറണമെങ്കിൽ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം, പ്രാർത്ഥനയെ ഉണർത്തണം, വിശ്വാസം അധികമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. പൗലോസ് വീണ്ടും പറയുകയാണ്, നിൽക്കുന്നവൻ വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. നമ്മൾ നിൽക്കുന്നുവെങ്കിൽ പൗലോസ് പറയാ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു വിശ്വാസി ഞാൻ നിന്നു, കുഴപ്പമില്ല, നന്നായി പോകുന്നു എന്ന് വിചാരിക്കരുത്. വീഴാനുള്ള സാധ്യതകൾ വിശ്വാസിയും ഒരു ശുശ്രൂഷകന്റെ മേലുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ കാണുന്ന ഈ കാലഘട്ടത്തിൽ അനേകം വിശ്വാസ തലപ്പത്തിരിക്കുന്ന അനേകം മനുഷ്യർ കടപുഴകി വീഴുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ശ്രദ്ധയോടെ, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ശ്രദ്ധയോടെ, അതുകൊണ്ടാണ് വിശുദ്ധരായ മനുഷ്യർ പറയുന്നത് ശ്രദ്ധയോടെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം വീഴാത്ത വണ്ണം നിൽക്കുവാൻ തക്കവണ്ണം നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും കരുതുകയും പ്രാർത്ഥിക്കുകയും കർത്താവിനോട് കൂടെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ഈ ലോകത്തിന്റെ ഈ കാഴ്ചപ്പാടിന്റെ നടുവിലാണ്, പാപബന്ധനങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ യേശു കർത്താവിന്റെ ആത്മാവ് ശക്തമായി നമ്മുടെ മേൽ കടന്നു വന്നാൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കാൻ കഴിയും. ഏത് മനുഷ്യനെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയും. നിന്റെ ജീവിതം ഏത് വേദനാജനകമായ സാഹചര്യമാണെങ്കിൽ ഇപ്പോൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമുക്ക് ഈ നിമിഷം കൊടുക്കുമ്പോൾ രോഗമുള്ള സ്ഥലത്ത് ആ കരങ്ങളങ്ങ് വെച്ചിട്ട് കർത്താവിനോട് പറ, കർത്താവേ, ഇന്ന് എന്റെ ശരീരത്തിലുള്ള രോഗം വിടിവിക്കുവാൻ നീ മതിയായ ദൈവമാണ്. എന്റെ കണ്ണിനെ സുഖപ്പെടുത്തുവാൻ നീ മതിയായ ദൈവമാണ്. വിട്ടുമാറാത്ത തലവേദനയുടെ ബന്ധനമാണ് എന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ നിന്റെ കരം വെച്ച് ആ രോഗത്തിന്റെ ബന്ധനങ്ങൾ എന്നിൽ നിന്ന് വിടുവിക്കാൻ നീ മതിയായ ദൈവമാണ്. എന്റെ ശരീരം ആകമാനം വേദന കൊണ്ട് നിറയുന്നു, അസ്വസ്ഥ കൊണ്ട് നിറയുന്നു, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ഞാൻ ഭാരപ്പെട്ടിരിക്കുന്നു, വേദന കൊണ്ട് പ്രയാസപ്പെടുന്നു. ഈ വചനം ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ വേദന ഇപ്പോൾ തന്നെ നിന്നിൽ നിന്ന് വിട്ടുമാറും. കാരണം യേശുവിന്റെ നാമം ഞാൻ പറഞ്ഞാൽ, യേശുവിന്റെ നാമം ഞാൻ വിളിച്ചാൽ എന്റെ രോഗം സുഖപ്പെടും, എന്റെ ഭാരം മാറും, എന്റെ അസ്വസ്ഥ മാറും, എന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറും, എന്റെ കുടുംബത്തിലേക്ക് ദൈവ സാന്നിധ്യം വന്ന് നിറയുവാൻ ദൈവം ഇടയാക്കും. ഇങ്ങനെ ആത്മാവിലുള്ള ഒരു നല്ല ഒരു ജീവിതത്തിന്റെ ഉടമയായി വേണം ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കുവാൻ. ഭയന്നു പോകരുത്, ഭയപ്പെടരുതെന്ന് ലോകത്തിൽ ആരും പറയാത്ത ഒരു വാക്കാ യേശു പറഞ്ഞത്. ഭയപ്പെടരുത്. എന്തുകൊണ്ടാണ്? ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറഞ്ഞത് കൊണ്ടാണ്. യേശു പറയാണ് ഭയപ്പെടരുതെന്ന് പറയാൻ കാരണം യേശു കൂടെ ഉള്ളത് കൊണ്ടാണ് ഭയപ്പെടാതിരിക്കുന്നത്. അപ്പൻ മക്കളുടെ കൂടെ അപ്പനുണ്ടെങ്കിൽ മക്കൾ ഭയപ്പെടുകയല്ല. പട്ടി വന്നാലോ, ഏത് മൃഗങ്ങൾ വന്നാലോ, പാമ്പ് വന്നാലോ ഭയപ്പെടും. കാരണം അപ്പൻ സംരക്ഷിക്കുന്നവനാ. അതുപോലെ നമ്മുടെ കർത്താവ് നമ്മെ സംരക്ഷിക്കുന്ന ദൈവം, നമ്മെ കരുതുന്ന ദൈവം, നമ്മളെ പരിപാലിക്കുന്ന ദൈവം, നമ്മളെ നടത്തുന്ന ദൈവം, നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ദൈവം, നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം, ഒന്നിനെ ഒരു കുറവ് വരുത്താത്ത ദൈവം, നമ്മുടെ പാപഭാരങ്ങൾ ഏറ്റെടുത്ത കർത്താവ്, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ്, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ മറക്കില്ലെന്ന് പറഞ്ഞൊരു കർത്താവ്, പെറ്റമ്മ നിന്നെ മാറി നിന്ന് ഉപേക്ഷിച്ച് കളഞ്ഞാലും മകനെ മകളെ എന്ന് വിളിച്ച് നിന്നെ മാറോട് ചേർത്ത് മുത്തം കൊടുത്ത് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരേ ഒരുവൻ യേശു മാത്രമേ ഉള്ളൂ.
അവനെ ചേർത്ത് പിടിക്കണം. യേശുവേ എന്ന് വിളിച്ചാൽ മതി, യേശുവേ എന്നൊന്ന് ആരാധിച്ചാൽ മതി, യേശുവിന്റെ നാമം ഒന്ന് പറഞ്ഞാൽ മതി. എല്ലാ കെട്ടുകളും നമ്മളിൽ നിന്ന് വിട്ടുമാറിപ്പോകും, എല്ലാ ഭാരങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുമാറിപ്പോകും. യേശുവിന്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്നവരിലേക്ക് ഈ വചനത്തിന്റെ ശക്തി അങ്ങ് കടന്നു വരട്ടെ. ദൈവ സാന്നിധ്യം അങ്ങ് ഇറങ്ങി പ്രവർത്തിക്കട്ടെ. ദൈവത്തിന്റെ വലിയ ഇടപെടൽ കൊണ്ട് നിറയട്ടെ. ഈ ഹൃദയം മാറുന്ന ഒരു അനുഭവം വരട്ടെ. ജീവിതത്തിന്റെ നിരാശകൾ വിട്ടുമാറട്ടെ. കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ വിട്ടുമാറട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ നീങ്ങിപ്പോകട്ടെ. കുടുംബത്തിൽ വലിയ സമാധാനം വരണം. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധനങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകണം. യേശു ഇപ്പോൾ തന്റെ കരം വെച്ച് ഇപ്പോൾ അനുഗ്രഹിക്കട്ടെ. ഈ വചനം ഹൃദയത്തിന്റെ ഉള്ളറയിൽ വെളിപ്പെട്ട് വരണം. ഹൃദയത്തിന്റെ അകത്ത് തീ കത്തുന്നത് പോലെ കത്തണം. കാരണം കൃപയെ ഒന്ന് ജ്വലിപ്പിക്കാൻ പറ്റുമോ? ഇന്ന് യേശു ക്രിസ്തുവിന്റെ ആത്മാവിൽ ഒന്ന് നമ്മുടെ മനസ്സിനെ ചേർത്ത് വെച്ചെന്ന് പ്രാർത്ഥിക്കാമോ? ഈ വചനം ആത്മാവിൽ ജ്വലിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയേറിയ വചനമായതുകൊണ്ട് ഇത് ഹൃദയം വിടിവിക്കുന്ന വചനം, ഇത് ശക്തിയേറി വെളിപ്പെടുന്ന വചനം, ഇത് നമ്മുടെ ജീവിതത്തെ മാറ്റിയ വചനമാ. യേശു പറയാണ് ഞാൻ വന്നത് ജീവൻ തരുവാൻ. ആ വചനം ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു നോക്കിക്കേ. ഞാൻ വന്നത് ജീവൻ തരുവാൻ. ഒന്ന് പറഞ്ഞേ, ഞാൻ വന്നത് ജീവൻ തരുവാൻ. യേശു പറയാണ് ഞാൻ വന്നത് ജീവൻ തരുവാൻ. നമ്മുടെ ഈ വചനം ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി കയറ്റിയ ആ സർജറിക്ക് വേണ്ടി കയറ്റിയ ഒരു സഹോദരിയോട് ഈ വചനം പറയാൻ പറഞ്ഞു. ഈ വചനം യേശു പറഞ്ഞ വചനം, ഞാൻ വന്നത് ജീവൻ തരുവാൻ. ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്നിടത്ത് ദൈവത്തിന്റെ ആ വചനം ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. യേശു പറഞ്ഞ വചനം, ഞാൻ വന്നത് ജീവൻ തരുവാനും സമർത്ഥമായി നൽകുവാനും. അത് പറഞ്ഞ് അങ്ങ് ആ സഹോദരി ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആ സർജറി ചെയ്യുവാൻ വേണ്ടി സഹോദരിയെ കടന്നു ചെല്ലുമ്പോൾ വീണ്ടും പരിശോധിക്കുമ്പോൾ ഹാർട്ടിന് ഒരു പ്രോബ്ലവുമില്ല. എന്തുകൊണ്ട്? യേശു പറഞ്ഞു ഞാൻ വന്നത് ജീവൻ തരുവാനാണ്. രോഗം തരുവാൻ അല്ല പ്രിയമുള്ളവരെ, നിരാശ തരുവാൻ അല്ല പ്രിയമുള്ളവരെ, ദുഃഖം തരുവാൻ അല്ല പ്രിയമുള്ളവരെ. യേശു വന്നത് ജീവൻ തരുവാനും നമ്മെ അനുഗ്രഹിക്കുവാനുമാണ് യേശു വന്നത്. യേശുവിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വന്ന ജീവന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വന്ന് പ്രവർത്തിക്കും. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ അകത്ത് ഈ ജീവന്റെ ആത്മാവ് കൊണ്ട് നിറയും. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.